കഴിഞ്ഞ ദിവസം ഈ ശ്രീകൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ട് കുട്ടികളെ ഒരുക്കിക്കൊണ്ട് പല മാതാപിതാക്കളും ശ്രീകൃഷ്ണ ജയന്തിയെ അനുഗമിച്ചുകൊണ്ട് പോകുന്ന അല്ലെങ്കിൽ ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. അതിൽ കൂടി മറ്റൊരു ദൃശ്യം കൂടി പുറത്തു വന്നു. ഈ സഖാക്കൾ SFI ആയാലും DYFI ആയാലും കൂകി വിളിക്കുകയാണ് ഈ കുട്ടികളെ കണ്ടിട്ട്. എന്നിട്ട് പലയിടത്തും RSS നിരോധിത മേഖല എന്നൊക്കെ എഴുതി വച്ചേക്കുന്നു. സത്യത്തിൽ ആരാണ് ഇവർക്കൊക്കെ ഇത്തരത്തിൽ, കാരണം RSS ഇങ്ങനെ ഒരു പരിപാടികൾ നടക്കുമ്പോൾ ഒരിക്കലും ഈ കൂകി വിളിക്കുന്നതോ പ്രശ്നമുണ്ടാക്കുന്നതോ ഒന്നും നമ്മൾ ആരും കണ്ടിട്ടില്ല. അപ്പൊ കൊച്ചു കുട്ടികളെ വച്ച് നടത്തിക്കുന്ന ഇത്തരം പരിപാടിയിൽ എന്ത് രാഷ്ട്രീയമാണ്, എന്ത് സന്ദേശമാണ് ഈ സഹാക്കന്മാർ പിന്നെ ഈ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ നമ്മുടെ സമൂഹത്തിന് നൽകുന്നത്? അതായത് പിണറായി വിജയന്റെ യഥാർത്ഥ അനുയായികളാണ്. അതിന്റെ അർത്ഥം അത്രേ ഉള്ളൂ. ഒരു ശ്രീകൃഷ്ണ ജയന്തി ദിവസം കേരളം മുഴുവൻ അല്ല, എല്ലാ ഇന്ത്യയിൽ തന്നെ എല്ലാ സ്ഥലത്തും ശ്രീകൃഷ്ണന്റെ ഈ കുഞ്ഞുങ്ങളെ കൃഷ്ണഭഗവാനായിട്ട് ആരാധിച്ച് കൊണ്ടു നടക്കല്ലേ. അത് എത്രയോ വലിയ സംഭവം. അത് എല്ലാവരും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിന് പകരം ആ കുഞ്ഞുങ്ങളെ പോവാൻ തയ്യാറായ സംവിധാനം എന്ന് പറയുന്നത് പിണറായി വിജയന് നല്ല കാര്യമല്ല. അതെനിക്ക് പറയാനുണ്ട്. ഇതൊക്കെ നിയന്ത്രണ വിധേയമാക്കേണ്ടതാണ്. ആര് ചോദിക്കാൻ ആര് പറയാൻ, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും, ഏതെങ്കിലും ഞാൻ വോട്ട് കിട്ടുമ്പോൾ ഞങ്ങൾ മേടിച്ചോളാം എന്നല്ലേ പറയുന്നത്. അങ്ങനെ നടക്കട്ടെ. ഇവിടുത്തെ മതഭീകരവാദത്തിൽ രാജ്യവിരുദ്ധ ശക്തികളും ഒക്കെ പിണറായി വിജയനൊപ്പം കൂടിയിരിക്കണ്ടേ. അപ്പൊ എന്ത് വൃത്തികൾ കാണിച്ചാലും ഞങ്ങളെ ആരും ഒന്നും ചെയ്യാനില്ല എന്ന അഹങ്കാരമാണ് പിണറായിയെ നയിക്കുന്നത്. അതിന്റെ കുഴപ്പമായി ഇതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണും. പക്ഷേ ഒരു ദിവസം ഇതെല്ലാം ഒരു വിധി ഉണ്ടാവും. അത് ശക്തമായ വിധിയായിരിക്കും. അത് നേരിട്ട് കാണാനുള്ള അവസരം നമുക്കത് കിട്ടുമെന്നാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. മറ്റൊരു കാര്യം, ഈ പോലീസിന്റെ അതിക്രമം വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയാവുന്നു. പലരും പോലീസിന്റെ ക്രൂരതയ്ക്കിരയായവരൊക്കെ രംഗത്തെത്തുന്നു. പിണറായി വിജയൻ പറയുകയാണ് ഇത് ഒറ്റപ്പെട്ട സംഭവമാണ്, ഇത്തരത്തിൽ കേരളത്തിലെ പോലീസുകാർ ഒന്നും ചെയ്യുന്നില്ല, അവിടെ ഇവിടെയൊക്കെ 1-2 പേർ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒറ്റപ്പെട്ട സംഭവമാണെന്ന്. നമുക്ക് മുന്നിൽ ഒരു 10 വിരലിലെണ്ണാവുന്ന സംഭവങ്ങളല്ല, ഒരു 10-15 സംഭവങ്ങൾ ഈ അടുത്ത സമയത്ത് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊരു ഒറ്റപ്പെട്ട സംഭവം എന്ന് മുഖ്യമന്ത്രി എത്ര ലാഘവത്തോടെ പറയുന്നത്? ഒരു മുഖ്യമന്ത്രി എന്ന്, പ്രത്യേകിച്ച് പോലീസിന്റെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്നതിനെ മുഖ്യമന്ത്രിക്ക് അതേ പറയാൻ കഴിയും. അയാൾ ഇതെല്ലാം ശരിയാണെന്ന് പറയാൻ പിന്നെ അയാൾ എന്തിനവിടെ ഇരിക്കുന്ന ആള് ചോദിക്കാനായി. താൻ എന്താ പണി, സർക്കാർ ശമ്പളം മേടിച്ചെടുത്ത് മന്ത്രിയായിട്ട് താൻ എന്തിനാ കുത്തിയിരിക്കുന്നത് ജനം ചോദിക്കാനായി. അപ്പൊ ഇതേ പറയാനുള്ളൂ. ഒറ്റപ്പെട്ട സംഭവം എല്ലാം ഓരോ സംഭവം ഒറ്റപ്പെട്ട ഓരോ സംഭവമാണ് എന്നാ പിണറായി ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എന്താ അതിനർത്ഥം? യഥാർത്ഥത്തിൽ ഇപ്പൊ CPM-ന്റെ ലോക്കൽ സെക്രട്ടറിയെ പോലും പോലീസ് ഇടിച്ചു തകർത്തില്ലേ, ഏരിയ സെക്രട്ടറി വിളിച്ചഴി കൊടുത്തില്ലേ. കോൺഗ്രസുകാർക്ക് മാത്രമല്ല, BJP-ക്കാർക്ക് മാത്രമല്ല, കേരളത്തിൽ സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും കിട്ടുന്ന തൊഴിൽ കൊടുക്കുക പോലീസിന്. എന്താ കാരണം? ഈ പോലീസ് ഏതാ DYFI ചന്തകൾ ചേർന്ന് എല്ലാവരും പിടിച്ച് പോലീസാക്കി വിട്ടിരിക്കുക പിണറായി. അവനാ പഴയ ചന്തകളെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പോലീസ് സ്റ്റേഷൻ ആണെങ്കിലും അവനാ ചന്തകളേക്ക്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കാണാൻ വിധിക്കപ്പെട്ട ഒരു ജനമാണ് നമ്മളെന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സംഭവം എന്നാണ് എന്റെ അഭിപ്രായം. ഇപ്പോ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിലടക്കം നിയമസഭയിലെത്തി, പ്രത്യേക ബ്ലോക്കിലൊക്കെ മാറിയിരുന്നു. VD സതീശന്റെ പോലെ വാക്ക് കേൾക്കാതെയാണ് രാഹുൽ മാങ്കൂട്ടം എത്തിയതെന്നൊക്കെ പറയുന്നു. പക്ഷെ പതിവ് നമ്മൾ വിചാരിച്ചത് ഈ വലിയ സംഘർഷമൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷെ അത്തരത്തിൽ സംഘർഷമൊന്നും ഉണ്ടായില്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സഖാക്കൾ പോലും അംഗീകരിക്കുന്നത്, കാരണം അവരുടെ ഭാഗത്തുണ്ടല്ലോ ഇത്തരം ആൾക്കാർ. അങ്ങനെയാണോ PC ജോർജ് കാണുന്നത്? ഞാൻ അങ്ങനെ കാണുന്നില്ല. അതായത് തിരുവനന്തപുരത്ത് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ DYFI-യുടെ പ്രകടനം ഉണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് ചോദിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വ്യക്തമായിട്ട് പരാതി പേഴ്സണലായിട്ട് ആരും കൊടുത്തിട്ടില്ല. ആ പിടിവിലെ പിടിച്ച് നിൽക്കാനാണ് രാഹുൽ മാങ്കൂട്ടം നോക്കുന്നത്. പക്ഷേ രക്ഷപ്പെടാൻ സാധ്യതയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണം പിണറായി അല്ലേ. പിണറായിയുടെ അന്വേഷണത്തിൽ ഏതായാലും കുറ്റക്കാരനല്ലാത്തവരെ പോലും പ്രതിയാക്കുന്ന പിണറായിക്ക് തെറ്റ് ചെയ്തവൻ എന്ന് ബോധ്യമുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിയാക്കാനല്ല ബുദ്ധിമുട്ട്. സാക്ഷി ഉണ്ടാകേണ്ട കാര്യമില്ല, തെളിവ് കിട്ടേണ്ട കാര്യമില്ല. അല്ലാതെ എത്ര കേസ് എന്നെ പ്രതിയാക്കി വളരെ ചെയ്യാത്തതല്ലേ. ആ നിലയ്ക്ക് ഇത്രയും വലിയ വ്യക്തിയെ പ്രതിയാക്കാൻ പിണറായിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് വേറെ വലിയ പ്രശ്നമാണ്. തെളിവ് കിട്ടി കേസ് കോടതിയിൽ എങ്ങനെ വരുമെന്ന് എനിക്കറിയാൻ പറ്റില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇവിടെ ഫോൺ സംഭാഷണം അതയാളെ നിഷേധിക്കാൻ വക്കീൽ പറഞ്ഞു കൊടുത്തതിന് ശേഷം, അതായത് അയാളെ സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് എത്രയോ നാളായി വന്ന് പുറത്തു വന്നു.
അതായത് അത് ഉരുക്കി കളഞ്ഞ ഏത് ഒരു കുഞ്ഞിനെ ഉരുക്കാൻ ഫോണിൽ കൂടെ മെസ്സേജ് അല്ലെങ്കിൽ കൊടുക്കുന്നതെന്ന് ഇത്ര മര്യാദ ഇല്ല, നീ പോയി ആത്മഹത്യ ചെയ്യാനാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെ ഒരു MLA ആയ വ്യക്തി അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇരിക്കുന്ന ഒരു പൊതുപ്രവർത്തകനായ വ്യക്തി പറയുന്നത് തെറ്റല്ലേ? എന്റെ അഭിപ്രായം രാഘവൻ മാങ്കൂട്ടൻ രാഷ്ട്രീയത്തിൽ തുടരുന്നത് കേരള സമൂഹത്തിന് ഗുണകരമല്ല എന്ന് തന്നെ എന്റെ അഭിപ്രായം. അത് കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വന്നുണ്ട്, അതൊക്കെ അവർ പറഞ്ഞോട്ടെ. എന്റെ വ്യക്തിയുടെ അഭിപ്രായം രാഹുൽ മാങ്കൂട്ടൻ ഒരു കാരണവശാലും രാഷ്ട്രീയത്തിൽ തുടരാൻ പാടില്ല എന്ന് തന്നെയാണ്. ഇന്നലെ നിയമസഭയിലായിട്ട് പോയി, ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ചാടി നിയമസഭ കയറി ചെന്നിരുന്നു, ചന്ദ്രൻ ഇറങ്ങിപ്പോയി. മനസ്സിലായില്ലേ? ഇതാണ് നടന്നത്. അതൊക്കെ ഏതായാലും ചെയ്യാം. MLA എന്തെങ്കിലും വാച്ചങ്കാട് ഒരിക്കലും തടയുന്ന പ്രശ്നമില്ല. MLAക്ക് പ്രവേശനം നിയമസഭയിലുണ്ട്. അത് സ്പീക്കറോട് പറഞ്ഞാൽ സ്പീക്കർ സീറ്റ് മാറ്റിയിട്ടിട്ടുണ്ട്, അവിടെ പോയി ഇരുന്നാൽ മതി. അയാൾ ഇരിക്കാൻ പറ്റും. അയാൾ എന്തുകൊണ്ട് അതിന് വെങ്കടം കാണിക്കുന്നില്ല? എന്നിട്ടാണ് ഇന്നലെ പത്രക്കാട് പറഞ്ഞ കോൺഗ്രസിനെതിരായിട്ട് ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? കോൺഗ്രസ് കാരനായി കഴിഞ്ഞാൽ ഏത് പെണ്ണുങ്ങളെ വ്യതിയിരിക്കാവും. അങ്ങനെയാണോ കോൺഗ്രസ്? അത് കോൺഗ്രസ് പറയേണ്ടതാ. KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവിന് ഉത്തരം പറയട്ടെ എന്ന് മാത്രമേ അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളൂ. ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഈ പിണറായി വിജയന്റെ മകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കുറെ നാൾ ചർച്ചയായതാണ്. ഇപ്പൊ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളുടെ വിഷയം വന്നപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ രാജിവെച്ച് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പിണറായി വിജയന്റെ മകളെ കുറിച്ച് ഇപ്പോൾ കേസ് ഷോൺ ജോർജ് അടക്കം ഹൈക്കോടതിയിലടക്കം ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ കൊടുത്തിട്ടുണ്ട്, എല്ലാ എവിഡൻസും അടക്കം കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും എന്താണ് ഈ വീണ വിജയൻ രക്ഷപ്പെട്ടു പോകുന്നത്? ആരാണ് ഈ വീണയെ സംരക്ഷിക്കുന്നത്? വീണയെ സംരക്ഷിക്കുക പിണറായി വിജയൻ. അതിന് ആർക്കെ മകളെ അപ്പൻ്റെ സംരക്ഷിക്കാൻ ന്യായമില്ല. അവിടെ ചോദ്യം എന്റെ മകളെ എനിക്ക് സംരക്ഷിക്കട്ടെ. സത്യത്തിൽ വീണ മാത്രമല്ല, പിണറായി വിജയൻ പ്രതിയല്ലേ? പിണറായി വിജയൻ അറേബ്യൻ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇവിടുന്ന് പോയ ഒരു പെട്ടി, ആ പെട്ടിക്കകത്ത് വേണ്ടി $ആയിരുന്നു. അത് കണ്ടെത്തിയിട്ടുണ്ടല്ലോ. അതായത് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിലെ അയാളെ PRO സ്കാൻ ചെയ്തപ്പോൾ അത് മുഴുവൻ $ആയിരുന്നു. എന്തിനാണ് ഇവിടുന്ന് ഡോളറും ചോദിച്ചുകൊണ്ട് പിണറായി വിജയൻ പോയത്? തിരിച്ച് പിണറായി വിജയൻ തിരിച്ച് പിണറായി വന്ന് പെട്ടിയെല്ലാം ആദ്യം വന്നു. പെട്ടി എല്ലാം സ്കാൻ ചെയ്ത് മുഴുവൻ സ്വർണ്ണമാണ്. ആ സ്വർണ്ണക്കള്ളക്കടത്തിന് പിണറായി വിജയൻ കൂട്ടുന്നിരിക്കാം. സ്വർണ്ണക്കള്ളക്കടത്ത് ഇപ്പൊ വീണയുടെ പേര് പറഞ്ഞ കാര്യമുണ്ട്. പിണറായി വിജയൻ നേരിട്ട് പ്രതിയാണ് അതിനകത്ത്. പക്ഷേ അതൊക്കെ പിണറായി വിജയൻ ഉണ്ടാക്കി വയ്ക്കുന്ന ആയിരക്കണക്കിന് കോടി രൂപയുടെ അഹങ്കാരം കൊണ്ട് അതൊക്കെ പിടിച്ചേക്കാണ്. എല്ലാ ഉദ്യോഗസ്ഥന്മാരും കോടി കാണുമ്പോൾ കണ്ണ് മഞ്ഞളിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും അങ്ങനെ കണ്ണ് മഞ്ഞളിക്കുന്ന പല മാന്യന്മാരും ഉണ്ട്. ആ മാന്യന്മാരെ കൊണ്ടാണ് ആ അമാന്യന്മാരെ കൊണ്ടാണ് പിണറായി ഇപ്പോഴും പിടിച്ചിരിക്കുന്നതാണ് എന്റെ അഭിപ്രായം. വളരെ നന്ദി PC ജോസ്.